ജർമ്മനിയിൽ ഒരു അടിപൊളി വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു ഹോം ടൂർ. നമ്മുടെ ട്യൂബിങ്ങിന് അടുത്തായിട്ട് ഈ വീട് വരും. നമ്മുടെ ഒരു മലയാളി ചേട്ടൻ വാങ്ങിയൊരു വീടാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് പണിയാന്നുള്ളത്. ഇപ്പം നാട്ടിലായാലും എബ്രോഡായാലും നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കാർ പാർക്ക് കാണാം. കാർ പാർക്കിംഗ് പറഞ്ഞത് ഈ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് തന്നെ ഇതാണ് കാർ പാർക്കിംഗ് പറഞ്ഞത്. ഈ കാർ പാർക്കിംഗ് കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഇതിലേക്ക് കയറണമെങ്കിൽ മുമ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വ്യൂ ഉണ്ട്. അത് ഞാൻ ആദ്യം കാണിച്ചത്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അടിപൊളി ലാൻഡ്സ്കേപ്പും വേറെ വീടുകളൊക്കെ കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് ഇവിടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ. ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ. ഇതൊന്നും വെട്ടാത്തത് അല്ലെങ്കിൽ പുല്ല് വെട്ടാത്ത ആരും നോക്കൊന്നും വേണ്ട. അത് വീട് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ പണി നടക്കണുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് ഇവിടുത്തെ ഔട്ട് ഹൗസ് അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ്. അതിലേക്കുള്ള വഴിയാണ് ഇത്. ഇതിന്റെ വീടിന്റെ ബാക്കിലും ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ഈ വീടിന് 3 ഡോറുകളുണ്ട് സത്യം പറഞ്ഞാൽ വീടിന്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിൽ നിന്ന് കയറാനായിട്ട്. ഒന്ന് ഇവിടെ നിന്ന് ഒരു ഡോർ. ഇത് സത്യം പറഞ്ഞാൽ റൂമല്ല, ഒരു അണ്ടർഗ്രൗണ്ട് ആയിരുന്നു. സ്റ്റോർ റൂമൊക്കെ അണ്ടർഗ്രൗണ്ടിലെ സ്റ്റോർ റൂമായിരുന്നു. അത് ആൾ റൂം പോലെ ആക്കി. അപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കാൻ ഒരു ഡോർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു എൻട്രൻസ് ആണ്. പിന്നെ മെയിൻ എൻട്രൻസ് ആക്ച്വലി പറയുന്നത് ഈ വഴിക്കൂടെയാണ്. നമ്മൾ ഇനി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ വരേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ എൻട്രൻസ് വരുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വഴി, ബാക്കിലേക്കുള്ള സ്പേസ്. ഈ സ്പേസിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഔട്ട് ഹൗസ്, ആ ഒരു സംഭവം അതിലേക്ക് വഴി അതിൽ കൂടെ ഉണ്ട്. നമുക്ക് ഇതിൽ കൂടെയും വരാം. പിന്നെ ഇത് വരുന്നത് ഈ വീട്ടിലെ എന്താ പറയുക, ഈ പണിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വെക്കേണ്ട ഒരു റൂമാണ്. ഇതൊരു പരിവായി സംഭവം. ഇതിനി പൊളിച്ച് പണിയണം. ഇനി ഔട്ട് ഹൗസിലെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഔട്ട് ഹൗസിൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഈ ഔട്ട് ഹൗസിലേക്ക് വരുമ്പോൾ തന്നെയാണ് നമുക്ക് ഇവിടെ വേറൊരു ഡോറുണ്ട്. അത് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരു ഡോറുണ്ട്. ഇനി അവിടെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റേജ് പോലെ ഒക്കെ അടിച്ച് സംഭവം ചെയ്യണമെന്ന് ചേട്ടൻ പറഞ്ഞത്. ഇനി നമ്മുടെ ഔട്ട് ഹൗസിലേക്ക് കയറുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഔട്ട് ഹൗസിലേക്ക് കയറി വരുമ്പോൾ 2 സൈഡ് ചില്ലിൻ്റെ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചമൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു ഗ്രിൽ മെഷീൻ, അത് പുള്ളി പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഒരു ടേബിള്, ചെയർ സംഭവങ്ങളൊക്കെ വെച്ച് ഒരു പാർട്ടിയൊക്കെ നടക്കുമ്പോൾ അടിപൊളി സ്പോട്ടാണ്. വെള്ളടി പാർട്ടി എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വിൻ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റിങ്ങിന് വേണ്ടി ഇവിടെ ഹീറ്റിങ്ങിൻ്റെ സൗകര്യമുണ്ട്. നമ്മുടെ തടിയുടെ സംഭവങ്ങളൊക്കെ ഇട്ട് കത്തിക്കാൻ പാകത്തിനൊരു സംഭവമുണ്ട്. ഇതൊക്കെയാണ് ഔട്ട് ഹൗസിലൊരു വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഔട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒരു അടിപൊളി വ്യൂ ഉണ്ട് തന്നെ. അതായത് ഈ വീടൊക്കെ ഇരിക്കുന്നത് അത്യാവശ്യം ഒരു കുന്നിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് മലമുകളിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരു നല്ലൊരു വ്യൂ തന്നെയുണ്ട് നമുക്കിതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ ഈ വീടിൻ്റെ ഉൾവശം കാണാം. ഈ വീടിൻ്റെ ഉൾവശം കാണാനേക്കാൾ മുമ്പ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഫ്രണ്ടോട്ടേക്ക് ഒരു വ്യൂ ഉണ്ട്. ആ ഒരു സൈഡിലേക്ക് ഫുള്ളൊരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഫുൾ ഈ ലാൻഡ്സ്കേപ്പ് തന്നെ അടിപൊളിയാണ്. ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് നിറയെ മലനിരകളൊക്കെ ആയിട്ട്. ഇനി നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് അണ്ടർഗ്രൗണ്ടിലേക്കുള്ളൊരു വഴിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഇവിടെ ആദ്യം ഒരു പ്രായമുള്ള ആൾക്കാരുടെ വീടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു ഇരുന്നിട്ട് പോണ ഒരു സംഭവം മെഷീൻ ഉണ്ടല്ലോ, പേര് എനിക്കറിയില്ല. ആ ഒരു സംഭവത്തിന് ഇതായിരുന്നു. പിന്നെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഗസ്റ്റ് ടോയ്ലറ്റ് ഉണ്ട് ഗസ്റ്റിനൊക്കെ വേണ്ടി. പിന്നെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ വരുമ്പോൾ റൈറ്റ് സൈഡിൽ അടിപൊളി ഒരു കിച്ചൺ ഉണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ വീടിൻ്റെ വീടിൻ്റെ ഈ ഹോം ടൂറൊന്നും എടുത്ത് പരിചയമില്ലാത്ത മറന്നോടാ. കോറിഡോറോ വരാന്ത എന്ത് വേണമെങ്കിൽ പറയാം. വേറെ റൂമുകളിലേക്കും ടോയ്ലറ്റിലേക്കുള്ള ഒരു പാത്ത്. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഡൈനിങ് ഹാളുണ്ട്. ഈ ഷെൽഫൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. പിന്നെ കുറേ സാധനങ്ങൾ പുള്ളിയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. കയറുമ്പോൾ തന്നെ ഒരു ഡൈനിങ് റൂം, ഫ്രിഡ്ജൊക്കെ വെച്ച് ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് റൂം. ഓപ്പൺ ഒരു ലിവിങ് റൂമായിട്ടും വന്നിട്ടുണ്ട്. രണ്ടും ഓപ്പണാണ്. പിന്നെ ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് തന്നെ അത്യാവശ്യം വെളിച്ചം കിട്ടാൻ പാകത്തിന് 2 സൈഡും ഒരു സൈഡിൽ തന്നെ വലിയൊരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഇത് ഈ പുറത്തേക്ക് വന്നാലും അടിപൊളി വ്യൂ ആണ്. ഇവിടെയൊക്കെ രാവിലെ വന്നൊരു ചായ കുടിച്ചിരിക്കാനായിട്ടില്ല, അടിപൊളി വ്യൂ ആണ്. പുറത്തേക്ക് ഒരു വ്യൂ നോക്കി. പിന്നെ അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ വരാന്ത കോറിഡോർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു എൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഡ്രസ്സൊക്കെ ഗസ്റ്റുകൾക്ക് വരുമ്പോഴും അവർ ജാക്കറ്റൊക്കെ തൂക്കിടാത്ത ഒരു സംഭവം. പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ പ്രായമുള്ള ആൾക്കാരായിരുന്നു, അതുകൊണ്ടായിരുന്നു ആ ഒരു ബാത്ത് ടബിൽ ആ ഒരു സീറ്റൊക്കെ ഇരിക്കുന്നത്.
അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് തന്നെയാണ്. ഒരു ബാത്റൂം. പിന്നെ ഇത് ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വർക്ക് പണി തീർന്നിട്ടില്ല ഫുള്ളായിട്ട്. ഈ വീട്ടിലുണ്ടായ പഴയൊരു ക്ലോക്കാണ് ഈ സംഭവം. ഈ ക്ലോക്ക് നോക്കിക്കോട്ടോ, അടിപൊളി ക്ലോക്ക്. വർക്ക് ചെയ്യണില്ല, അത് ശരിയായിട്ടെന്ന് പറയാണ്ടേ. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാസ്റ്റർ ബെഡ്റൂം. പുറത്തേക്കൊരു ഡോർ ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ട്. ഈ വീട്ടിൽ ലിവിങ് റൂമിൽ കാണിക്കാതിരുന്നൊരു സംഭവം ഉണ്ട്. ഇവിടെ ഒരു പിയാനോ ഉണ്ട്. അത് ഈ വീട്ടിൽ ഇവിടെ ഉണ്ടായ സംഭവം ഉണ്ടോ, പിയാനോ. ഇനി നമുക്ക് ഈ വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് കാണിച്ചു തരാം. അണ്ടർഗ്രൗണ്ട് ചെറിയൊരു ഗ്യാപ്പുള്ളൂ അത്യാവശ്യം ഇറങ്ങാനായിട്ട്. സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, പ്രായമുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ഒരു ലിഫ്റ്റ് മാതിരി തന്നെ ഒരു സംഭവമാണ് ഇരുന്നിട്ട് വരാനുള്ള സംഭവം. ജർമ്മൻ ടെക്നോളജി ഉണ്ടോ. ഞാനിവിടെ കുറേ വീടുകൾ കണ്ടിട്ടുണ്ട് പ്രായമുള്ള ആൾക്കാരുടെ വീട്ടിൽ. പിന്നെ നമുക്ക് ഇത് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതൊരു മറ്റേ ഹീറ്റിങ്ങിൻ്റെ സംഭവം യൂണിറ്റ് ഉണ്ടാകുന്നത്. ഇവിടെ ചെറിയൊരു ഷെൽഫ് വന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറിയൊരു ജിം സെറ്റപ്പിൽ പുള്ളി റെഡിയാക്കാൻ നോക്കുന്നതാണ് ഈ ഒരു റൂം. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് മെയിൻ ഒരു ലിവിങ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ടി വി റൂം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആൾക്ക് സിനിമ കാണാൻ ഭാഗത്തിനൊക്കെ. കാരണം മുകളിലല്ല പുള്ളി ടി വി റൂം സെറ്റ് ചെയ്യുന്നത്, ഇവിടെ തന്നെ സെറ്റ് ചെയ്തതാണ്. സോഫയൊക്കെ ഇട്ട് അത്യാവശ്യം ആൾക്കാർ വരുമ്പോൾ കൂടാൻ ഭാഗത്തിന്. പിന്നെ ഇതിന് ഉള്ളിലേക്ക് ഇനിയുണ്ട്. ഇതിന് ഉള്ളിലേക്ക് ഇനി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എൻട്രൻസ് അത് ഇതിൽ കൂടെ തന്നെ. അപ്പോൾ എപ്പോഴും ചേട്ടന് ചേച്ചിയൊക്കെ പിള്ളേരൊക്കെ എപ്പോഴും മുകളിലായിരിക്കും. മുകളിലായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവരുടെ എൻട്രൻസ് മറ്റൊരു എൻട്രൻസ് മെയിൻ എൻട്രൻസ് ആ ഒരു സൈഡ് ആക്കി വെച്ചിരുന്നത്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒരു പാർട്ടിയൊക്കെ വെക്കുമ്പോൾ ഈ വഴി കൂടെ കയറി വരാം. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റൂം. ഇതൊരു സ്റ്റോർ റൂമായിരുന്നു. ഇതൊരു ഇവിടെയും ഒരു ഡോറുണ്ട് കേട്ടോ, പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ട്. ഇത് ആളൊരു റൂം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ വീടുകളിലെ പ്രത്യേകത ഉണ്ട്. അതായത് ഈ വീടുകളിൽ കുറേ മിക്ക സ്ഥലങ്ങളിലും ചെറിയ തട്ട് പോലെയൊക്കെ ഉണ്ടാവും, നമ്മുടെ പഴയ വീടുകളിലുള്ള തട്ടൊക്കെ പോലെ. അതേപോലെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റും. ഇതിന് ഉള്ളിലേക്ക് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട് ഈ പറഞ്ഞ പോലെ മുകളിലൊരു തട്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ഇതേപോലെ ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഹീറ്റിംഗ് സിസ്റ്റം എല്ലാ വീടുകളിലും ഇതേപോലെ ഉണ്ടാവും. ഇത് ഒരു സ്റ്റോർ റൂം ആക്കിയേക്കാണ് ആള്. എല്ലാ സാധനങ്ങളും ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഇനി എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് വേണം പയ്യെ. പിന്നെ അത് ഗസ്റ്റ് റൂം ആക്കിയതുകൊണ്ട് തന്നെ ഇവിടെ അതിനുവേണ്ടി ഒരു ടോയ്ലറ്റും ഉണ്ട് ഗസ്റ്റിന് വേണ്ടി. ഈ ടി വിയുടെ ശരിക്കും വലിപ്പം മനസ്സിലാക്കി ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടി വി എന്തോരം വലുതാണ്. ഭയങ്കര വലിയ ടി വി ഉണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടേക്കും ഉണ്ട് ചെറിയ റൂമുകൾ. ഇത് വരുന്നത് വാഷിംഗ് മെഷീനൊക്കെ വെച്ചാൽ ഒരു റൂമാണ്, ഒരു വാഷിംഗ് റൂമൊക്കെ വരുന്നത്. പിന്നെ ഇതിനുള്ളിൽ ചെറിയൊരു റൂമുണ്ട്. കാരണം ഇതൊരു ഓയിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന റൂമാണ്. അതായത് ഈ വീട്ടിലേക്ക് നമുക്ക് ഹീറ്റിങ്ങിന് ഓരോന്നിനൊക്കെ ഓയിൽ ആവശ്യമുണ്ടാകും. അപ്പോൾ ഓയിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയുള്ള റൂമാണ്. നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടി വരും. പറഞ്ഞ പോലെ എനിക്ക് ലിറ്ററിനാണ് ഇവിടെയൊക്കെ പൈസ. ലിറ്ററിന് €1 സംതിങ് എന്നൊക്കെ വരും. ഇപ്പോൾ പുള്ളി അങ്ങനെ ഒരു 1500 ലിറ്റർ നിറച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നിറച്ച് വെച്ചിട്ടുണ്ട് 1500 ലിറ്റർ ഏകദേശം. അങ്ങനെ നിങ്ങൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പം കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓണേഴ്സിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ ഓണേഴ്സ് വരുന്നത്. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തിയേ. നിങ്ങൾ ഇവിടെ ഇപ്പം എത്ര വർഷമായി ജർമ്മനിയിൽ? 10 വർഷമായി. ഇവർ പണിത്തിരക്കിലുണ്ടാവും. ഈ വീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, അതിൻ്റെ പരിപാടിയിലാണ്. നാട്ടിലെവിടെ ചേട്ടാ? നാട്ടിൽ ചാലക്കുടി. ചേട്ടാ ഈ വീട് ഇപ്പോൾ ഫുള്ള് ലോണിലാണ് എടുത്തണേ? അതെ അല്ലേ. അപ്പോൾ ഈ ഒരു വീട് എടുക്കുമ്പോൾ ലോണിൻ്റെ എല്ലാ സെറ്റപ്പും ചേട്ടൻ ഇപ്പോൾ പഠിച്ചു. ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഓഡിയൻസിന് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഈ ചേട്ടൻ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജർമ്മനിയിൽ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും പുള്ളി പറഞ്ഞു തരും. നിങ്ങൾ ജസ്റ്റ് വീട് എന്ന് ഒരു കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ, വീടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് വീട് എന്ന് ഒരു കമൻറ്റ് ചെയ്തോ.